അപ്പോൾ നമുക്ക് ഇന്ന് 12ാമത്തെ ബാച്ചിനാണ് പ്രധാനമായിട്ടും ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മൾ 12ാമത്തെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇതിനകത്ത് നമ്മളെപ്പോഴും പറഞ്ഞു വരുന്ന ഒരു നമ്മൾ എപ്പോഴും പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിനൊരു ആശയ രൂപീകരണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളുടെ ചിന്തകളിലും ഈ നമ്മുടെ ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആശയ രൂപീകരണം. അതായത് ഈ ആദ്യത്തെ ഒരു ചന്ദ്രവട്ടക്കാലം, ഒരു മാസം വരുന്നത്. അപ്പോൾ ഈ ആശയ രൂപീകരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിൻ്റെ ഒരു ആശയ രൂപീകരണമാണ് നമ്മുടെ പ്രപഞ്ചം. അതിൽ നിരവധി നക്ഷത്ര സമൂഹങ്ങൾ ചേർന്നാണ് ഒരു പ്രപഞ്ചം. നിരവധി നക്ഷത്ര സമൂഹങ്ങൾ അല്ലെങ്കിൽ ഗാലക്സി. ഈ ഗാലക്സിയിലെ ഒരു ഗാലക്സി ആയിട്ടുള്ള സ്പൈറൽ ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേ, അതിൽ ആ മിൽക്കി വേ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പൈറൽ ഗാലക്സി എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു നക്ഷത്രമായിട്ടുള്ള നമ്മളുടെ സൺ എന്ന് പറയുന്ന സൂര്യൻ, അതിനെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിലുമായിട്ട് അല്ലെങ്കിൽ സൂര്യൻ്റെ ഗ്രാവിറ്റിയിലായിട്ട് 8 ഗ്രഹങ്ങളുണ്ട്. ആ 8 ഗ്രഹത്തിലൊരു ഗ്രഹമായിട്ടുള്ള ഭൂമി. ആ ഭൂമിയിലെ നിരവധി ജീവജാലങ്ങൾ. ആ ജീവജാലങ്ങളിൽ ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മനസ്സ്, ആ മനസ്സിലെ ഏറ്റവും സൂക്ഷ്മമായ ഊർജമാണ് നമ്മളുടെ ചിന്ത. നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായ ഊർജമാണ്. ചിന്ത തുടങ്ങുന്നത് ആ സൂക്ഷ്മമായ ഊർജമായിട്ടുള്ള ചിന്തയെ, ആ ചിന്തകൾ നമുക്ക് വരുന്ന ഈ ചിന്തകളെ കൂട്ടിച്ചേർത്ത് ഒരു ആശയം. നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടേതായ ഒരു ആശയത്തിനകത്തൂടെ തന്നെയാണ്. അത് എത്രമാത്രമാണോ നമുക്ക് ആ ആശയത്തെ വിജയപരമായിട്ടോ പരാജയപരമായിട്ടോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നടക്കുന്നുണ്ട്. അതിന് പ്രപഞ്ചത്തിൻ്റെ ചില തത്വങ്ങൾ ഉണ്ട്. നമ്മളിവിടെ പറയുന്ന കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പഠിക്കും. കോസ്മിക് തത്വങ്ങൾ, ആ തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സൂക്ഷ്മ ഊർജമായിട്ടുള്ള ആ ചിന്തയെ രൂപീകരിക്കുക, അല്ലെങ്കിൽ അതിനെ ആശയവൽക്കരിക്കുക, ആശയപരമായി മാറ്റിയെടുക്കുക. ഈ കോസ്മിക് തത്വങ്ങൾ വളരെ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് 12ാം ബാച്ചുകാരുടെ അടുത്താണ് കേട്ടോ, ബാക്കിയുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമുക്ക് അതിൻ്റെ ഡ്രൈവിംഗ് പഠിക്കാൻ, ഒരു വാഹനം ഓടിക്കുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ എൻജിൻ പണിയും കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന് ഇല്ല. കൂടുതൽ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ ചെറിയ വിഷയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ നിർബന്ധമല്ല, ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾ അതിൻ്റെ എൻജിൻ പണി അറിഞ്ഞിരിക്കണമെന്നുള്ളത് നിർബന്ധമല്ല. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്താ? ഈ വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്, അതിൻ്റെ ക്ലച്ച്, അതിൻ്റെ ആക്സിലേറ്റർ, പിന്നെ വരുന്ന സ്റ്റിയറിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം.
അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, എന്നിട്ട് ഇതിനെ ഓരോ ഗിയറിലും ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അത് ഫസ്റ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റൈസ് ചെയ്താൽ വണ്ടി പോവോ, അതേ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഇട്ടിട്ട് ആണോ അത് മുമ്പോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ തേർഡ് ഇട്ടിട്ട് പോയാലോ, അല്ലെങ്കിൽ തേർഡിലോട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തതിന് ശേഷം തേർഡിലോട്ട് മാറിയാൽ എന്തായിരിക്കും ആ വണ്ടി സംഭവിക്കുക. ഇത് ആണ് നമ്മുടെ മനസ്സിനെ കുറിച്ച് നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നതിന് വേണ്ടി മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു ഡ്രൈവിംഗ് ആണ് ഞാൻ പറയുന്ന അതേപോലെയാണ് മനസ്സിന്റെ കാര്യത്തിലും. നമ്മൾ മനസ്സിന്റെ വളരെ വിശാലമായ ഒരു തലത്തെക്കുറിച്ച് നമുക്ക് അറിയണമെന്നില്ല. പക്ഷേ നമ്മുടെ വാഹനമായിട്ടുള്ള നമ്മുടെ നമ്മുടെ മനസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവറാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതുപോലെ മനസ്സിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ഈ കോഴ്സിൽ പ്രധാനമായിട്ടും പഠിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ് പോവുക. അത് ഓരോരുത്തരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആശയ രൂപീകരണം വരുമ്പോഴാണ് കൂടുതൽ വിശാലമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വാഹനം നമ്മൾ ഓടിക്കാൻ പഠിച്ചു, പക്ഷേ ആ വാഹനം ഓടിക്കാൻ പഠിച്ചിട്ട് നമുക്ക് ആ ഓടിച്ചു പഠിച്ച ഗ്രൗണ്ടിൽ മാത്രം വാഹനമായിട്ട് ഓടിച്ചാൽ പോരല്ലോ. നമ്മളുടെ റോഡിലേക്ക് അല്ലെങ്കിൽ പൊതു നിരത്തിലേക്ക് വണ്ടി ഇറക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അതിനറിഞ്ഞിരിക്കേണ്ടത് റോഡ് നിയമങ്ങളാണ്. റോഡ് നിയമങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് മാത്രം പഠിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ആ റോഡ് നിയമങ്ങളാണ് നമ്മളിവിടെ പറയുന്ന കോസ്മിക് തത്വങ്ങൾ. നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചു, പക്ഷെ റോഡ് നിയമം പഠിച്ചില്ലെങ്കിൽ നിരന്തരം നമുക്ക് നിരന്തരം ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത്, നമ്മൾ ഇത് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഡ്രൈവിംഗ് പഠിച്ചു, അതുപോലെ റോഡ് നിയമങ്ങളും പഠിച്ചു, പോകാനൊരിടമില്ലെങ്കിലും നമ്മുടെ ലക്ഷ്യസ്ഥലത്തേക്ക് നമുക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഇല്ലെങ്കിലോ, ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ വീണ്ടും നമ്മുടെ പഴയ ബാച്ചുകാരുള്ളതുകൊണ്ട് ഞാനത് പറയുന്നത്. പഴയ ബാച്ചുകാർക്ക് നേരത്തെ കേട്ട ക്ലാസ്സുകളാണ്. അത് ആവർത്തിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഇത് പുതിയ ബാച്ചുകാർക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ അറിയാവുന്നവന് എന്ത് കൊടുക്കൂല? വടി കൊടുക്കൂല. മനസ്സിലായി? അറിയാവുന്നവന് വടി കൊടുക്കൂല. ഇനി വടി കയ്യിലുള്ളവന് എറിയാൻ അറിയില്ല. ഇനി വടിയും കയ്യിലുണ്ട്, എറിയാനും അറിയാം, പക്ഷേ എവിടെയാണ് എറിയേണ്ടതെന്നും എന്താണ് എറിഞ്ഞിടേണ്ടതെന്നും അറിയില്ലെങ്കിൽ ഈ പാറ്റേണിൽ നമുക്ക് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ ഒന്ന് തുടങ്ങി, ആ തുടങ്ങിയതിൽ നിന്ന് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ പ്രവൃത്തി തലത്തിലേക്ക് പോയി മൂന്നാമത്തെ ലക്ഷ്യസ്ഥലത്തിലേക്ക് എത്തലാണ്. അതൊരു ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, ഒരു ദിവസത്തെ കാര്യമായിക്കോട്ടെ, ഒരു നിമിഷത്തെ കാര്യമായിക്കോട്ടെ, ഇതിലെല്ലാത്തിനും ഈ മൂന്ന് കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഒരു ചിന്തയും കൂടി നമ്മളിൽ വെച്ച് നമ്മൾ ഏതൊരു കാര്യത്തെയും ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും.
എവിടെയാണോ തടസ്സം വരുന്നത് അവിടെ, അതായത് ഒന്ന് റോഡ് നിയമം അറിയില്ല, ഡ്രൈവിങ്ങും പഠിച്ചിട്ടുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, എവിടെ എത്തണമെന്നുണ്ട്, പക്ഷെ റോഡ് നിയമം അറിഞ്ഞില്ലെങ്കിൽ വിട്ടു. ഇതിൽ ഓരോന്നും ഞാൻ പറയുന്ന കണക്ട് ചെയ്യണം കേട്ടോ. ഞാൻ എനിക്ക് പനി ഇതുണ്ട്, അപ്പോൾ അതിൻ്റെ ചില തുടർ ചിന്തകൾ ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല, എന്നാലും അത് മനസ്സിലാക്കിക്കൊള്ളണേ. ഈ മൂന്ന് കാര്യങ്ങളെ ഏതെങ്കിലും ഒന്നിനെ എവിടെയെങ്കിലും ഫാൾട്ട് പറ്റിയാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഔട്ടാവും. അത് എത്ര മകാനായാലും ശരി അത് സംഭവിക്കും. പക്ഷെ ആ സംഭവിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ മൂന്ന് കാര്യത്തിൽ ഏതാണോ. അപ്പൊ സൂക്ഷ്മ ചിന്തയായിട്ടുള്ള മനസ്സിലെ ആ മനസ്സിനെ സൂക്ഷ്മ ചിന്ത ഊർജമായിട്ടുള്ള ചിന്തയെ കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും വരുന്നത്. ഇതിന് ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. മാന്ത്രികം, താന്ത്രികം, യാന്ത്രികം. മാന്ത്രികം, താന്ത്രികം, യാന്ത്രികം. പറഞ്ഞു വന്നത് മാന്ത്രികം, താന്ത്രികം, യാന്ത്രികം. വേണമെങ്കിൽ അതിന് വേറെ രീതിയിൽ പറയാം, മന്ത്രം, തന്ത്രം, യന്ത്രം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. മാന്ത്രികം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മന്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നമ്മളൊരു വിഷയത്തെ ചിന്തിപ്പിക്കുന്നതാണ്. ഈ ചിന്തയാണ് സത്യത്തിൽ മന്ത്രം. ആവർത്തിച്ച് ചിന്തിക്കുന്നതിനാണ് മാന്ത്രികം എന്ന് പറയുന്നത്. മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂക്ഷ്മതലത്തിൽ നിൽക്കുന്ന കാര്യമാണ്. ഇതിനെ നമുക്ക് ആശയം ആക്കി, അതായത് തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും തന്ത്രശാലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അതിനെ വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ, സംസാരത്തിൽ ഉപയോഗിക്കുമ്പോൾ തന്ത്രം എന്ന് പറയുന്നത് ഒരു പറ്റിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുതന്ത്രമല്ല തന്ത്രം. തന്ത്രം എന്ന് പറയുന്നത് എന്ത് പറ്റി? തന്ത്രം എന്ന് പറയുന്നത് പ്ലാനാണ്. ഏതൊരു കാര്യത്തിന്റെയും പ്ലാനിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. പ്ലാൻ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ രസതന്ത്രം, ഊർജതന്ത്രം എന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനുകളാണ്. അപ്പോൾ ആ പ്ലാൻ, അത് എങ്ങനെയാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, തന്ത്രം എങ്ങനെയാണോ ആ തന്ത്രം കറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് യാന്ത്രികമാവും, യന്ത്രമാവും. നമ്മൾ വിചാരിച്ചത് ഓട്ടോമാറ്റിക്കലി അങ്ങ് നടന്നോളും. യന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി പെട്ടെന്ന് നമുക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിൻ്റെതായ ഒരു ടൈമുണ്ട്. പിന്നെ അത് എവിടെയാണോ വേഗത കുറയുന്നത് ആ സമയത്ത് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെയാണ് നമ്മളുടെ എല്ലാ പ്ലാനുകളും. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആയാൽ പിന്നെ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ അല്ലെങ്കിൽ ഒരു പെറ്റില് നമ്മൾ പിടിച്ച് സ്ഥലത്ത് വെച്ചിട്ട് കറക്കണായിട്ട് ചിന്തിച്ചാലും മതി. അത് നമ്മൾ ആ തന്ത്രം കറക്റ്റ് ആണെങ്കിൽ, അതായത് അതിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ പെറ്റില്, അതിൻ്റെ ടയറ്, ആ ടയറിലേക്കുള്ള അതിൻ്റെ ചെയിൻ, ആ ചെയിൻ ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ല, ആ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു തവണ ഇങ്ങനെ പിടിച്ച് കറക്കിയാൽ പിന്നെ അത്
ഒത്തിരി നേരം കറങ്ങിക്കോളും. കറക്കാം, ഈ ടയർ പിടിച്ച് കറക്കാമെന്നോ സൈക്കിൾ ചവിട്ടാമെന്നോ നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ പറയണം മന്ത്രം എന്നല്ലെങ്കിൽ മാന്ത്രികം എന്ന് പറയണം. അകത്ത് ഒരു പ്ലാൻ വരെയാണ്, അല്ലെങ്കിൽ ഒരു ചിന്ത വരെയാണ്. അതിന് ആശയ രൂപീകരണത്തിലൂടെ പ്ലാൻ ആക്കുകയാണ്. ആ ചിന്തകളുടെ കൂട്ടമാണ് ആശയം. ആ ആശയം കൃത്യമായിട്ടും എന്താക്കി നമ്മൾ പറയുന്ന തന്ത്രമാക്കി. ആ തന്ത്രമാക്കിയിട്ട് ആ തന്ത്രത്തിന് കൃത്യമായിട്ടുള്ള അളവിലാണ് ആ തന്ത്രം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് യാന്ത്രികമാവും. യാന്ത്രികമായാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പിന്നെ നമുക്ക് പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് നല്ലതായിക്കോട്ടെ, അഴുക്കായിക്കോട്ടെ, മോശപ്പെട്ടതായിക്കോട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ ബാച്ച് എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആശയ രൂപീകരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിലും ചിന്ത ഉണ്ടാവുക, ആ ചിന്തകൾ വെച്ച് എന്താക്കുക, ആശയമാക്കുക. ചിന്തകളുടെ കൂട്ടമാണ് ആശയം. ആ ആശയം ഇന്ന് യാന്ത്രികമായി. അതായത് ഒരു നാൾ ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി റൈറ്റ് സഹോദരന്മാർ അവർ ഒരു നാളത് മനസ്സിൽ പല വെറുതെ വരില്ല, പല കാര്യങ്ങൾ കൊണ്ടാണ്, പല ചിന്തകളിൽ നിന്നാണ് പല ഒരു ആശയം രൂപീകരിക്കുന്നത്. അത് ആ ആശയ രൂപീകരിച്ച് ആ ആശയ രൂപീകരണത്തെ കറക്റ്റ് പറ്റുന്ന രീതിയിൽ, അന്ന് പറ്റുന്ന രീതിയിലുള്ള തന്ത്രമാക്കി അത് യാന്ത്രികമാക്കി. ഇന്നിപ്പോൾ അത് യാന്ത്രികമായി നടന്നോളും. ഇപ്പൊ നമ്മൾ ആകാശത്തൂടെ എത്ര ഫ്ലൈറ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിലെ നക്ഷത്ര സമൂഹത്തിലെ ഒരു നക്ഷത്ര സമൂഹമായിട്ടുള്ള സ്പൈറൽ ഗാലക്സിയിലെ സൂര്യനിലെ ഞാൻ എപ്പോഴും ഇത് പറയുന്നത് കണക്ട് ചെയ്ത് വരാൻ വേണ്ടിയാണ്. സൂര്യനിലെ 8 ഗ്രഹങ്ങൾ, സൂര്യന് ചുറ്റുമുള്ള 8 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിലെ ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളിലെ ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിലെ സൂക്ഷ്മ ഊർജമായിട്ടുള്ള ചിന്ത, ആ ചിന്തകളുടെ കൂട്ടമായിട്ടുള്ള ആശയ രൂപീകരണം. മനസ്സിലായില്ലേ? ആ ആശയമാണ് ഇന്ന് പ്രപഞ്ചത്തിലേക്ക്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും എന്ത് ചെയ്തു മനുഷ്യന് പറന്നു വരാൻ പറ്റിയത്. ഏറ്റവും വലിയ ഊർജമാണ് ഈ പറയുന്ന നക്ഷത്രങ്ങളെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായ ഊർജമാണ് ചിന്ത. ആ സൂക്ഷ്മമായ ഊർജത്തിൽ നിന്ന് എന്തായി ഇന്ന് അതിനെ ആശയം, ആ ചിന്തകളുടെ കൂട്ടമായ ആ ആശയം വെച്ചിട്ട് മനുഷ്യൻ എവിടെ പോയി? എവിടെയാണോ വന്നത്, മനുഷ്യൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്, നമ്മളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലാതെ പ്രപഞ്ചം വേറെ സ്ഥലത്ത് നിൽക്കുന്നതല്ല. നമ്മൾ പ്രപഞ്ചത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ അകത്താണ്. ഇത് കഴിയുമ്പോൾ ആരെങ്കിലും അതിന്റെ ഫോട്ടോയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ 12ാം ബാച്ചുകാർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതായത് സ്പൈറൽ ഗാലക്സിക്ക് അകത്ത് അത്രയും നക്ഷത്ര സമൂഹങ്ങൾക്കകത്തുള്ള ഒരാളാണ് സൂര്യൻ. ആ സൂര്യന്റെ ചുറ്റിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം കിടന്ന് കറങ്ങുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്ന് വ്യത്യസ്ത ദർശനങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത തീരുമാനങ്ങൾ, വ്യത്യസ്ത രാജ്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത ചിന്താധാരകൾ ഇങ്ങനെയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും, മനുഷ്യൻ പലതായി മാറിയെങ്കിലും ഈ പറയുന്ന എല്ലാം അവസാനത്തെ എടുത്തു നോക്കിയാൽ ഊർജമാണ്. ഊർജത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്.
ഊർജത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അല്ലാതെ അത് ഇവിടത്തെ കല്ലായിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, നമ്മുടെ ഈ മൊബൈലായിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അല്ല എന്തും വസ്ത്രങ്ങളായിക്കോട്ടെ, എല്ലാം ഊർജത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നാണ് എന്ന നമ്മളെല്ലാം, അല്ലെങ്കിൽ നമ്മളിൽ എല്ലാത്തിലും ഉള്ളത് ആ ഊർജമാണെന്നും ആ ചിന്തയിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ മാത്രമേ സ്വതന്ത്രമായി പുതിയ ചിന്തകളിലേക്കും പുതിയ തീരുമാനങ്ങളിലേക്കും പോകാൻ പറ്റൂ. ഈ തിരിച്ചറിവുണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇതിനകത്ത് നമ്മളെല്ലാവരും കൂടപ്പിറപ്പുകളെന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും സൂര്യനിൽ നിന്ന് ഒരുമിച്ച് പിറന്നു വന്നവരാ. അത് പല കാലഘട്ടത്തിൽ നമ്മൾ പല ഇതിലായിട്ട് വ്യത്യസ്തമായി നിൽക്കുന്നെങ്കിലും നമ്മൾ ഒന്നാണെന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ. പിന്നെ ഓരോ കുടുംബത്തിനും ഓരോ തീരുമാനങ്ങളുണ്ട്, അതേപോലെ ഓരോ സമുദായങ്ങൾക്കും ഓരോ തീരുമാനങ്ങളുണ്ട്. അപ്പൊ അത്തരം ഒരു ചുറ്റുപാടിലൊക്കെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ തീരുമാനങ്ങൾക്കകത്തൂടെയൊക്കെ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടതും. അവിടെ നമ്മൾ അല്ലെങ്കിൽ അല്ല ഇതൊന്നും അല്ല, മതങ്ങളൊന്നും വിശ്വസിക്കാതെ ഇരിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ഏതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ നമ്മളുടെ ഇന്നത്തെ ഇവിടത്തെ ചട്ടക്കൂടുകളാണെന്ന് മാത്രം തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പുതിയ നമ്മളുടെ തീരുമാനങ്ങളിലേക്കൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾക്കകത്തായി എൻ്റെ വീട്ടിലെ തീരുമാനങ്ങൾക്കൊപ്പമല്ലേ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തീരുമാനങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കുന്നത് പോലെ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു നിയമമുണ്ട്. ഓരോരുത്തരും വീട്ടിലൊരു ഒരു നിയമമുണ്ടല്ലോ. ആ നിയമത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നു എന്നല്ലാതെ ഇപ്പുറത്തെയും അവരെ കുറ്റവും അല്ലെങ്കിൽ അവരെക്കാൾ നമ്മളിൽ നമുക്ക് കൂടുതൽ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ അയ്യോ അവരെക്കാൾ അത്ര സൗകര്യം എനിക്ക് ഇല്ലല്ലോ, അല്ലെങ്കിൽ അവർ മോശപ്പെട്ടവരാണ്, ഇങ്ങനെ നമ്മളെ എൻ്റെ കുടുംബത്തിൻ്റെ അത്ര വലിയ കുടുംബമല്ല അവരെ, ഇങ്ങനെയുള്ള എൻ്റെ പൊടിയുടെ അല്ലെങ്കിൽ എൻ്റെ നിറത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ്സുകൾ നമ്മളെ ഒത്തിരി നമ്മളുടെ ചിന്തയെ കുറെ ബാധിക്കും. അവിടെ നമ്മൾ നോക്കേണ്ടത് പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. പക്ഷേ മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ജീവികൾക്കും മനസ്സുണ്ട്. എല്ലാ ജീവികൾക്കും മനസ്സുണ്ട്. പക്ഷേ മനുഷ്യന് മാത്രമാണ് അത്. നമ്മൾ 3 തലച്ചോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. എല്ലാ ജീവികൾക്കും മനസ്സുണ്ട്. പക്ഷെ അവരുടെ ചിന്തയെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. അതായത് നിയോ കോർട്ടെക്സ് ബ്രെയിൻ എന്ന് പറയുന്നത് അവർക്ക് ഇല്ല. അതായത് കോൺഷ്യസ് മൈൻഡ് അവർക്ക് അധികമില്ല. സബ് മൈൻഡാണ് നമുക്ക്. സബ് കോൺഷ്യസ് മൈൻഡും, അതായത് ഇന്നലകളുടെ അനുഭവങ്ങളും നാളെകളുടെ ലക്ഷ്യങ്ങളെയും കണക്ട് ചെയ്യുന്ന ഈ പ്രോസസ്സ് മനുഷ്യന് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്ന് നമുക്ക് ഇന്ന് സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ എത്രയോ സ്ഥലത്തിരുന്നാണ് നമ്മൾ ഈ ലൈവ് ക്ലാസ് കേൾക്കുന്നത്. നമ്മുടെ പൂർവികർ അതിനുള്ള എല്ലാം കണ്ടെത്തി തന്നു. ഇപ്പോൾ പല രാജ്യത്തും ഉണ്ട്. ആ എല്ലാവരും പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെ പോയി നിന്നു ഒരു സ്ഥലത്ത് നമ്മളിരുന്നിങ്ങനെ ക്ലാസ് കേൾക്കുന്നതിൻ്റെ പിന്നിൽ അവര് ഈ പറഞ്ഞ മനുഷ്യനെ വേർതിരിക്കാതെ എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിലേക്ക് അവർ കുറെ സംഭാവനകൾ ചെയ്തു. അപ്പൊ നമ്മളുടെ ലക്ഷ്യവും നമ്മളുടെ സംഭാവനയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ മാന്ത്രികം, താന്ത്രികം, യാന്ത്രികം എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ നമുക്ക് മുന്നോട്ട് ചിന്തിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ശരിയല്ലേ?
ഓക്കെ, കണക്റ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ നമ്മൾ ക്ലാസ് സാധാരണ എടുത്ത് വരുന്ന കണക്കൊരു കണക്ടിവിറ്റി ചില സ്ഥലങ്ങളിലും കണക്ഷൻ തുടർചിന്ത ഇടയ്ക്കൊന്ന് ഇതാവുണ്ട്. അപ്പോൾ എന്നാലും മാക്സിമം ഞാൻ വിഷയം കൊണ്ടുവരാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവികൾ ഉണ്ടായപ്പോൾ ആദ്യം നമുക്കറിയാം ഏകകോശ ജീവിയാണ്, അമീബയാണ് ആദ്യത്തെ ജീവി എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ബ്രെയിൻ എന്ന് പറയുന്നു. ബ്രെയിൻ ഉണ്ടാവുന്നത് ആദ്യത്തെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്നത് റെപ്റ്റീലിയൻ ബ്രെയിനാണ് ആദ്യം ഉണ്ടാവുന്നത്. അതിൻ്റെ അകത്ത് റെപ്റ്റീലിയൻ ബ്രെയിനിലുള്ളതെന്ന് പറയുന്നത് എന്താണ്? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഇതാണ്, ഈ പ്രോസസ്സാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത് ഇന്നും പറഞ്ഞു വന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ റെപ്റ്റീലിയൻ ബ്രെയിൻ അത് വളരെ ചെറിയ ജീവികളിലെല്ലാം, അതായത് പാമ്പ്, ആമ, ഇങ്ങനെയുള്ള ജീവികളിലൊക്കെ റെപ്റ്റീലിയൻ ബ്രെയിൻ. അത് കഴിഞ്ഞ് കാലാന്തരത്തിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞ രണ്ടാമത് അപ്പോൾ റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ അകത്ത് റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ പുറത്ത് അതിനെ കവർ ചെയ്തുകൊണ്ട്, അതിനെ പൊതിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അടുത്ത ബ്രെയിൻ വന്നു. ലിംബിക് സിസ്റ്റം. വരുന്നത് ലിംബിക് സിസ്റ്റം. ആ ലിംബിക് സിസ്റ്റമാണ് നമ്മളെ ഈ വികാരങ്ങൾ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ലിംബിക് സിസ്റ്റത്താണ് പ്രധാനമായിട്ടും ഇരിക്കുന്നത്. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് നിയോ കോർട്ടെക്സ് ബ്രെയിൻ. അത് മനുഷ്യനാണ് കൂടുതലുള്ള. അതിനെക്കുറിച്ചുള്ള 4 ലോബുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ഞാനിത് ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് മുതൽ ഇന്ന് മനുഷ്യനിൽ വന്നു നിൽക്കുന്ന മറ്റ് ജീവികളിലേക്കാൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് മനുഷ്യന് ഈ മൂന്നാമതൊരു ബ്രെയിനും കൂടി കൊടുത്തു എന്നുള്ള. അതുകൊണ്ട് മനുഷ്യൻ എത്രമാത്രം ഈ ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനടക്കമാണ് കേട്ടോ, അല്ലാതെ മനുഷ്യനെന്നാണ് ഞാൻ പറയണത്. അതായത് മൂന്നാമത്തെ ഒരു ബ്രെയിൻ കൂടെ കൊടുത്തോടുകൂടി മനുഷ്യന്റെ വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്, ഭൂമിയുടെ തന്നെ തകർച്ചയ്ക്കും അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും അളന്നിങ്ങെടുത്തില്ലേ? കിട്ടുന്ന നമ്മൾ അളന്നിങ്ങെടുത്തില്ലേ? നമുക്ക് അവകാശപ്പെട്ടാണല്ലോ, മറ്റൊരു ജീവികൾക്കുള്ളതല്ലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിനെ നമ്മളെ വസ്തുവിൽ കയറ്റിയിട്ടല്ലോ. മൂന്നാമത് തലച്ചോറ് ഉണ്ടായപ്പോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഫിലോസഫിയോ, അതിനു വേണ്ടിയുള്ള ഒരു ആത്മീയപരമായിട്ടുള്ള ഓരോ മതങ്ങളിലും പറഞ്ഞിരിക്കുന്ന അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഇരിക്കട്ടെ. പക്ഷെ നമുക്കതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ ആശയ രൂപീകരണം എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ നടത്തുമ്പോൾ അത് ഒരു കാരണവശാലും മതങ്ങൾക്ക് അല്ലെങ്കിൽ മതങ്ങളുടെ പ്രത്യേക ഫിലോസഫികൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യരുത്. അത് ഇതിനകത്ത് നമ്മളൊരു ഏക മനോഭാവത്തിലൂടെ അല്ലെങ്കിൽ ഒന്നാണെന്ന ബോധത്തോടു കൂടി നമ്മൾ വരയണം. അപ്പോൾ അവിടെ പിന്നീട് എന്ത് ചെയ്യും? പല രീതിയിലുള്ള വിഘടനങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. കാരണം ഇതിൽ ഫിലോസഫികളെ വിശ്വസിക്കുന്നവരുണ്ട്, ഫിലോസഫികളെ വിശ്വസിക്കാത്തവർ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആശയ രൂപീകരണം നടത്തണം.
അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യനെ ഇങ്ങനെ മൂന്നാമത്തെ തലച്ചോറ് വരെ ഈ നിയോ കോർട്ടെക്സ് ബ്രെയിൻ വരെ വന്നതിൻ്റെ പിന്നിൽ ഓരോ മതങ്ങൾക്കും ഒരുപക്ഷെ പറയാൻ കാരണങ്ങൾ കാണും. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ളൊരു ആശയ രൂപീകരണമല്ല. നമ്മളുടെ ഫിലോസഫികളെ വളർത്തു മീൻസ് അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ നമുക്കൊരു അറിവ് പോലെ പറയാം. പക്ഷെ അതൊരിക്കലും ആ മതത്തെയോ ആ ഫിലോസഫിയോ നമ്മൾ ഇതിലാക്കി എടുക്കാൻ നോക്കരുത്. അത് ആദ്യ സമയങ്ങളിലൊക്കെ അത് ഭയങ്കര വിഷയമായിട്ടുണ്ട്. പല സംസ്കാരത്തിലുള്ളവരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതങ്ങനെ വരും. അതുകൊണ്ടല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു ചിന്തയിലേക്ക് വരാൻ പറ്റില്ല. ലോകത്ത് വലിയ സംഭാവനകളൊന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഈ ഫിലോസഫികൾക്ക് വേണ്ടി അടി കൂടുന്നവർക്ക് പലപ്പോഴും പറ്റാറില്ല. അപ്പം നമുക്ക് വളരെ വ്യക്തമായ നമ്മളെല്ലാവരും ഈ പറഞ്ഞല്ലോ, ഈ ഭൂമിയിലുള്ള എല്ലാ ഊർജത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോൾ ആ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോൾ ആ ഊർജത്താൽ തന്നെയാണ് എല്ലാം ഇവിടെ ഉള്ളത്. നമ്മളൊന്നാണ്. നമുക്ക് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ പുതിയ ലക്ഷ്യങ്ങളും പുതിയ സംഭാവനകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഈ ഗ്രൂപ്പിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ നമ്മുടെ 10x മൈൻഡ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് സെക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ പ്രാക്ടീസ് സെക്ഷൻ ഈ കഴിഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. ഒത്തിരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും. അത് ഇത്രയും ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ദിവസം നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നേരത്തെ പണ്ടൊക്കെ വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനം സ്റ്റോപ്പായാൽ പിന്നും വീണ്ടും ഒരുപാട് എനർജി കൊടുത്തേ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് ചില സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസുകൾ വരും. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിലും വരും. നമ്മൾ ഏതെങ്കിലും ഒന്ന് തുടങ്ങി സ്റ്റോപ്പായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുകയല്ല ചെയ്യേണ്ടത്. വീണ്ടും എന്ത് ചെയ്യുക, അതിനുവേണ്ടി പുതിയ എനർജി ഊർജം കൊടുക്കുക. അപ്പം ഈ ലോകത്തുള്ള എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഫുൾ ഊർജത്തിലാണ്, ചെറുതും വലുതുമായിട്ടുള്ള ഊർജത്തിലാണ് നിൽക്കുന്നത്. മനുഷ്യന് ആശയം രൂപീകരിക്കാൻ അവൻ്റെ സൂക്ഷ്മമായ ചിന്തയെ സൂക്ഷ്മമായ ഊർജമായിട്ടുള്ള ചിന്തയെ അവൻ രൂപീകരിച്ചതുപോലെ തന്നെ വ്യത്യസ്ത ഊർജങ്ങളെ ഉപയോഗിക്കാനും പഠിച്ചു. അതായത് ഊർജത്തിനെ വളരെ പെട്ടെന്ന് ചേഞ്ച് വരുത്താനും മനുഷ്യന് പറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്തു പറയണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ആ ചിന്തിച്ച കാര്യം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനൊരു വാക്ക് ഞാൻ പറയാമെന്ന് വിചാരിക്കുമ്പോൾ ആ ചിന്ത ന്യൂറോണിലൂടെ എന്ത് ചെയ്യാണ്, ന്യൂറോണിലൂടെ സഞ്ചരിച്ച് കൂടുതൽ ആശയങ്ങളാക്കുകയായിരുന്നു. അവിടെ നടക്കുന്ന എന്താണ്, അവിടെ ന്യൂറോൺസിനകത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയാണ്. അത് ഇലക്ട്രിക് തരംഗ ഊർജമായിട്ടും രാസ ഊർജമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത്. അപ്പൊ ആ ഊർജം പെട്ടെന്ന് തലച്ചോറിനകത്ത് നടന്നേ, എന്നിട്ട് അത് ആ ചിന്തയിലൂടെ എൻ്റെ ശബ്ദത്തിലേക്ക് വരികയും നാക്കിനെ അത് ഞാൻ എൻ്റെ തലച്ചോറ് ഉദ്ദേശിച്ച രീതിയിൽ വന്ന ശബ്ദത്തെ എങ്ങനെ തിരിച്ച് എങ്ങനെ ഉരുട്ടണം, നാക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് അത് നമ്മൾ തലച്ചോറ് എന്താണോ ചിന്തിച്ചത് അതേപോലെ ഈ ശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നാക്കിട്ട് ക്ലിയർ ചെയ്ത് ഉരുട്ടി എടുത്ത് എന്ത് ചെയ്ത്
ഞാൻ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മൈക്കിനോട്, ലാപ്ടോപ്പിലെ മൈക്കിനോട് പറഞ്ഞു. അപ്പോൾ ഇത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്തായി? ശബ്ദോർജ്ജമായി. ആ ശബ്ദോർജ്ജം ഇവിടെ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സിസ്റ്റത്തിലേക്ക് എത്തുന്നത് വരെ എന്ത് ഊർജ്ജമായി? ഇലക്ട്രിക് ഊർജ്ജമായി. അവിടെ നിന്ന് ഔട്ട് ചെയ്തപ്പോൾ ആ ശബ്ദോർജ്ജം എന്ത് ചെയ്തു? നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും അതെന്തായി? ശബ്ദോർജ്ജമായി. അത് നമ്മളുടെ ചെവിയിലേക്ക് എത്തുകയും വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ന്യൂറോൺസിനകത്ത് നടക്കുന്ന ആ രണ്ട് ഊർജമായിട്ട് വരികയും അതിനെ പ്രവർത്തിപ്പിച്ച് നമ്മൾ എന്താണ് ആ കേട്ട കാര്യത്തിൽ നിന്ന് നമുക്ക് എന്താണോ നമുക്കൊരു ഐഡിയ വരികയും നമുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഏതൊക്കെ ഊർജങ്ങളായിട്ട് മനുഷ്യന് മാറ്റാൻ പറ്റുമോ അങ്ങനെ ഊർജത്തെ വ്യത്യസ്ത രീതിയിൽ മെരുക്കിയെടുക്കാൻ മനുഷ്യൻ പഠിച്ചു. എന്തൊരു ജീവിയാണല്ലേ ഇത്. ഒരു രക്ഷയില്ല. ഏതൊക്കെ രീതിയിലാ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കോസ്മിക് തത്വങ്ങൾ, നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ കോസ്മിക് തത്വങ്ങളും മനസ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യത്തിൽ, പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആക്റ്റീവായിട്ട് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്നത് കൃത്യമായിട്ടാണെങ്കിൽ ഒരു 10 മടങ്ങെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല. ഇതൊരു വിശ്വാസമാണ്. നമ്മളും അത് പറയും. എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല. നമ്മളും അത് വിശ്വസിക്കുന്നവർ. വടി ഉള്ളവന് എറിയാനും അറിയില്ല. ഇതൊരു വിശ്വാസമാണ്. ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുണ്ട് നമ്മളറിയാതെ നമ്മളെ ഒതുക്കിയിട്ടിരിക്കുന്നു. എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എറിയാൻ അറിയാവുന്നവന് പോയി വടി എവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ വടി എവിടെ ഉണ്ടെന്ന് പോയി കണ്ടെത്തിക്കൂടെ? അതിന് ആരെങ്കിലും കൊണ്ട് കൊടുക്കണോ? ആ എറിയാൻ അറിയാം. ഇനി ആരെങ്കിലും വടി കൊണ്ട് കൊടുത്താലേ എറിയുള്ളൂ. ഇനി വടി കയ്യിലുള്ളവന് എറിയാൻ അറിഞ്ഞൂടെ? ആ കയ്യിലിരിക്കുന്ന വെച്ചിട്ട് ഒരു 5-6 തവണ പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ട് എറിഞ്ഞ് പഠിച്ചുകൂടെ? എന്തൊരു സിസ്റ്റം ഇത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ എറിയാനോ അറിയാം, വടിയും കയ്യിലുണ്ട്, പക്ഷെ എവിടേക്കാണ് എറിയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ചില ബ്ലോക്കുകളൊക്കെ നമ്മളിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കൂടി കുറച്ചും കൂടി എടുത്ത് നമ്മൾ പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ ചേർത്താണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്. നമ്മളിത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഈ വീഡിയോ നമ്മൾ ഇന്നത്തെ ഈ ലൈവ് സെക്ഷനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ പറയണം. ആരും, അതായത് നമ്മുടെ ഈ ഫാമിലി ഗ്രൂപ്പിനകത്ത് കൃത്യമായിട്ടും ആശയരൂപീകരണം നടത്തണം. അതിനകത്ത് ഫാമിലി ഗ്രൂപ്പിനകത്ത് നമ്മൾ പറയാതിരിക്കരുത്, സംസാരിക്കാതിരിക്കരുത്. ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിങ്ങനെ ഇത് പെരുകും, അല്ലെങ്കിൽ നിറയും, മെമ്മറിയൊക്കെ ഫുള്ളാവും. അപ്പോൾ നമുക്ക് മാക്സിമം കേട്ട് വരുന്നത് അപ്പോൾ തന്നെ കളയുകയും നമ്മൾ ആശയരൂപീകരണം നടത്തുന്ന കാര്യങ്ങളെ അതിൽ മാക്സിമം അതിലേക്ക് തന്നെ സൂക്ഷിച്ച് വെച്ചേക്കണം നല്ലതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ കേട്ടു നോക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു വിഷയത്തെ ഇങ്ങനെയൊക്കെ എടുത്തു എന്നുള്ളത്. തീർച്ചയായിട്ടും അത്തരം ഒരു ആശയരൂപീകരണം വളരെ പ്രധാനപ്പെട്ടാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ലോകത്തോളം മനുഷ്യന് വളരാൻ കഴിഞ്ഞെങ്കിൽ
അത് ആശയങ്ങളുടെ കൊണ്ട് തന്നെയാണ്, ആശയ രൂപീകരണം കൊണ്ട് തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം ചെയ്യാൻ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ തീരുമാനിക്കുന്നത്. അതാണ് വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. കാരണം മരശിഖരങ്ങളും കല്ലുകളും പറക്കി വെച്ചിട്ട് നമ്മളും പോകുന്ന വഴിക്കൊക്കെ കാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കണമെങ്കിൽ അറിയാം, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മളിങ്ങനെ ശിഖരങ്ങൾ പിടിച്ചിങ്ങനെ ഒടിച്ചൊടിച്ച് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാനായാലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോഴും അത് ചെയ്യണം. അപ്പോൾ അതേപോലെ മരശിഖരങ്ങളും കല്ലുകളും ഒക്കെ തന്നെ അടയാളമാക്കി നടക്കാൻ തുടങ്ങിയതാണ് ആദ്യത്തെ. അതായത് എല്ലാ ജീവികൾക്കും അവർ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളിന്റെ അസാന്നിധ്യത്തിൽ, എൻ്റെ അസാന്നിധ്യത്തിലും ഞാനില്ലാത്ത സമയത്തും ഞാൻ പോയ വഴി എൻ്റെ ബാക്കിൽ വരുന്നവർക്ക് അറിയിച്ചു കൊടുക്കണമെന്ന ഈ ഒരു ചിന്ത വരുന്നത്. അത് സ്ഥായിയല്ല എന്നും നമുക്ക് ഇത് എക്കാലം, അതായത് അത് ഈ കല്ലും ഈ മരശിഖരങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് പറയുന്നത് സ്ഥായിയായി എന്ന് നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവര് അടുത്ത ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ എന്ത് ചെയ്തു, രേഖപ്പെടുത്താൻ തുടങ്ങി. ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ രേഖപ്പെടുത്തി. അപ്പൊ അവിടെ തന്നെ അത് എന്ത് ചെയ്തു, വരയ്ക്കാൻ തുടങ്ങി. അതായത് എഴുത്ത് വിദ്യക്ക് തുടക്കം കുറിച്ചു. അവിടെയാണ് എഴുത്തുണ്ടാവുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഈ ആശയങ്ങളാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആശയമാണ്, അല്ലെങ്കിൽ ആശയ വിനിമയം ചെയ്യാൻ തോന്നിയതുണ്ടെങ്കിൽ ആ ഐഡിയയാണ് ഇന്ന് ഈ പറയുന്ന എഴുത്ത്. ഇന്ന് എത്രയോ വർഷത്തെ കാര്യങ്ങൾ നമ്മളിപ്പോഴും അത് വായിച്ചാണ് അറിയുന്നത്. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് വായിച്ചാണ്, അതല്ലെങ്കിൽ അതിനെ വളരെ ഡെവലപ്പിലോട്ട് ഇപ്പം മാറിയതാണ്. എങ്കിലും ഇപ്പോഴും നമ്മൾ പുസ്തകത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പുസ്തകം വളരെ പങ്ക് തന്നെ, ആ എഴുത്തുകൾ ഭയങ്കര പ്രാധാന്യം തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഓരോരുത്തരുടെയും ഇതിന് അവരുടെ പേര് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ആ വരികൾ, ആ എഴുത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ക്യാമറ ഓഫ് ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും, അത് ഇന്ന ആളാണ്, ഇത് അടുത്ത അശ്വതി ടീച്ചർ, ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് എഴുത്ത് വളരെ വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുമ്പോൾ ആ ചിഹ്നങ്ങളും അടയാളങ്ങളും കുറിച്ചിടാൻ പാറകളിൽ എന്തല്ലേ ഒക്കെ കുറിച്ചിടാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അവന് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ആ ചിഹ്നങ്ങളും അടയാളങ്ങളിൽ നിന്നും പിന്നീട് എന്തായി, കുറച്ചും കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി ചിത്രലിപി, ചിത്രങ്ങൾ, അതെടുത്ത് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു, ചിത്രകല എന്ന് പറഞ്ഞ കലയ്ക്കും കൂടി രൂപപ്പെടുന്നത്. പക്ഷെ ചിത്രം വരയ്ക്കണമെങ്കിൽ ആ ആദ്യകാലത്തെ ആ മനുഷ്യന്, അല്ലെങ്കിൽ നിയോ കോർട്ടെക്സ് ബ്രെയിൻ തുടങ്ങിയ ആ കാലഘട്ടത്തിലെ മനുഷ്യന് ഈ ചിത്രലിപി വരയ്ക്കണമെങ്കിൽ നിരീക്ഷിക്കേണ്ടതുണ്ട്. നിരീക്ഷിക്കാതെ ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, എല്ലാവർക്കും അറിയാമല്ലോ. മനുഷ്യന്റെ തലച്ചോറ് നിയോ കോർട്ടെക്സ് രൂപപ്പെട്ടു വരാൻ നമ്മൾ തീയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ കാര്യം പറയണം. അപ്പൊ ആ ചിത്രങ്ങൾ എന്ത് ചെയ്തു, ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ അവന് നിരീക്ഷണം വേണം. അപ്പൊ നിരീക്ഷണം, അപ്പോൾ ഒരു സ്ഥലത്ത് മൃഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥലത്ത് മൃഗങ്ങളുണ്ട്, അങ്ങോട്ട് പോകരുത്, ഇങ്ങനെയുള്ള ചിത്രങ്ങളും കാര്യങ്ങളിലൂടെയും മനുഷ്യൻ, അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും ഏറ്റവും നമ്മളുടെ സബ് മൈൻഡിൻ്റെ ലാംഗ്വേജും ഇമാജിനേഷനും ആൻഡ് ഫീലിങ്സുമാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ചിത്രങ്ങളിലേക്ക് പോയി, പിന്നീട് എന്ത് ചെയ്തു, അത് അക്ഷരങ്ങളിലേക്ക് പോയി.
വട്ടെഴുത്തും കോലെഴുത്തും അങ്ങനെ വിവിധ രീതിയിലുള്ള എഴുത്തുകളും കാര്യങ്ങളായിട്ടൊക്കെ പോയി. പിന്നെ ഇപ്പോ വന്ന് കുത്തെഴുത്തായി. മൊബൈലിലൊക്കെ നമ്മളെല്ലാം കുത്തല്ലേ. അപ്പോൾ മരശിഖരങ്ങളും പാറക്കഷ്ണങ്ങളും അടയാളമാക്കി ആശയരൂപീകരണം തുടങ്ങിയ അല്ലെങ്കിൽ ആശയവിനിമയം തുടങ്ങിയ മനുഷ്യൻ പിന്നീട് അവിടെ നിന്ന് അത് ചിഹ്നങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും മാറുകയും ചിഹ്നങ്ങളും അടയാളങ്ങളിൽ നിന്ന് അത് ചിത്രലിപികളിലേക്ക് മാറുകയും ചിത്രലിപികളിൽ നിന്ന് അക്ഷരലിപികളിലേക്ക് മാറുകയും അക്ഷരലിപികളിൽ നിന്ന് ഡിജിറ്റൽ ലിപികളിലേക്കും മനുഷ്യൻ മാറിയത് ഈ ആശയരൂപീകരണം നടത്താനാണ്, അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യാനാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് നമ്മൾ ആശയവിനിമയം ചെയ്യുന്നു. അപ്പൊ ആശയരൂപീകരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും പറയുമ്പോൾ മനുഷ്യൻ ആദ്യകാലങ്ങളിൽ, അതായത് നിയോ കോർട്ടെക്സ് രൂപപ്പെട്ടതിന് ശേഷമാണല്ലോ ഇവൻ പരസ്പരം വേർപെടലിലും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളതിനെയൊക്കെ നിരീക്ഷിക്കാനും ഈ നക്ഷത്രങ്ങളെയും ഇതെന്താണ് രാവിലെ സൂര്യൻ ഇങ്ങോട്ട് പോകുന്നു, നക്ഷത്രങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് നോക്കിയിട്ട് ഇതിനെന്തിനും ഉത്തരങ്ങൾ കിട്ടാതിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഫിലോസഫികൾ തുടങ്ങിയത് അന്ന് സത്യത്തിൽ പലപ്പോഴും. കാരണം മനുഷ്യന് ബ്രെയിൻ അല്ലെങ്കിൽ ചിന്ത തുടങ്ങിയതിന് ശേഷം ഒരു അവ്യക്തമായ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു പൂർണ്ണമല്ലാത്ത അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യത്തെ കാണുമ്പോൾ അവന്റെ അറിവിലുള്ള ഏതെങ്കിലും അറിവുമായി അതിനെ കൂട്ടി അതിനങ്ങനെ ധരിക്കാം, മനസ്സിലായില്ലേ, അങ്ങനെ വിചാരിക്കും. അപ്പോൾ കാരണം എന്തെങ്കിലും ഒരു ഉത്തരങ്ങൾ കണ്ടെത്തണം. അതായത് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ധരിക്കുക എന്നുള്ളൊരു അർത്ഥമല്ല, നമ്മളെ കണ്ണിൽ കാണുന്ന പുതിയൊരു കാര്യത്തെ അതെന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴും പോകാൻ പറ്റും. അതെന്തായിരിക്കും? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു 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 സംഭവമായിട്ട് കൂട്ടിയിണക്കി ചിലപ്പോൾ അതിൻ്റെ വേറൊരു വെർഷൻ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ നിന്ന് വളരെ വിശാലമായിട്ടുള്ള ഇന്നും ലോകത്തെ ചിന്തിപ്പിക്കുന്ന നിരവധി ഫിലോസഫികളുണ്ട്. ഫിലോസഫികൾ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഫിലോസഫികൾ വന്നതിന് ശേഷം പിന്നീട് ഇവിടെ എല്ലാ ജീവികളെ മരിക്കുന്നതും ജനനവും മരണവും ഇങ്ങനെയുള്ള ഇവന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ജീവശാസ്ത്രവും എല്ലാത്തിനും ഊർജമുണ്ടെന്ന തിരിച്ചറിവും സൂര്യനിൽ നിന്നൊക്കെ ഊർജം വരുന്നതൊക്കെ ഉള്ള തിരിച്ചറിവും പിന്നെ വരും കാലങ്ങളിൽ നമ്മളിപ്പോൾ പറയുന്ന ഊർജതന്ത്രവും എല്ലാം മാറ്റത്തിന് അതീതമാണെന്ന ഇന്നത്തെ പോലെ അല്ല നാളെ എന്ന തിരിച്ചറിവ് അത് കെമിസ്ട്രിയിലോട്ടും രസതന്ത്രത്തിലോട്ടും ഒക്കെ പുതിയ 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 ശാസ്ത്രങ്ങൾ ഈ ലോകത്ത് രൂപപ്പെട്ടു. പിന്നെ ഏറ്റവും അതേപോലെ എല്ലാത്തിനും അളന്ന് തിട്ടപ്പെടുത്തി വന്നിട്ടുള്ള അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്താനൊക്കെ മനുഷ്യൻ പഠിച്ചു തുടങ്ങുന്ന കാലം തൊട്ടുകൾ കണക്കും അങ്ങനെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയ കാലത്ത് നിന്ന് മുതലെടുത്തതാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ ശാസ്ത്രീയ അല്ലെങ്കിൽ എല്ലാ സാഹിത്യങ്ങളും എല്ലാ അറിവുകളും. കാരണം ചിത്രലിപികൾ തുടങ്ങിയപ്പോൾ തന്നെ അവൻ വർണ്ണിക്കാൻ തുടങ്ങി. ആകാശത്ത് നോക്കി സൂര്യനെ പഴയ ചിത്രലിപികളൊക്കെ കാണാൻ പറയാം. നക്ഷത്രങ്ങൾ പാറയിലൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം, ചിത്രലിപികൾ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ അതൊക്കെ അപ്പോൾ അന്ന് അവർ ആകാശത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കിയെങ്കിൽ ഇന്ന് മനുഷ്യൻ ആ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു ഈ ഭൂമി വിട്ട് പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും മനുഷ്യന് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ പറയുന്ന ആശയ രൂപീകരണം അല്ലെങ്കിൽ ആശയം ചെയ്യാൻ പഠിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ അല്ലേ? സാറേ ആ നമസ്തേ. നമസ്തേ. ഞാൻ ജസ്റ്റ് ലേറ്റ് ആയിപ്പോയി. ഞാൻ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടേ. ആ എത്ര മണിക്കാണ് സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 മണിക്കാണ്. 9 മണിക്കാണല്ലേ? ഞാൻ 10 മണിക്കാണെന്ന് വിചാരിച്ചു. ഓ ഓ ഇല്ല എല്ലാ ദിവസവും 9 മണിക്കാണ്. അത് ഞാൻ പുതിയ ബാച്ചിൻ്റെ അടുത്ത് സമയം പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ പുതിയ 12ാം ബാച്ചുകാർ മുമ്പേ തന്നെ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ മറ്റ് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കാണുന്നതുകൊണ്ട് പുതിയ ആളായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതെല്ലാം കൂടെ ഇടാം. വീഡിയോ കണക്ട് ആവത്തെന്താ? ആരെ വീഡിയോ ആണ്? എനിക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നെ കാണത്തില്ലേ? കേട്ടില്ല. ആ ആ ആ ആ നമസ്തേ. ബാക്കി എല്ലാവരും ആരും കാണില്ല, നമ്മള് 4 ആള് മാത്രമേ ഉള്ളൂ. ആ അല്ല അത് ആ ഓക്കെ. ജസ്റ്റ് മിസ്സായി. ഞാൻ റെക്കോർഡ് കേട്ടോ. റെക്കോർഡ്. അപ്പോൾ ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ താങ്ക് യു.